ഒരു ന്യൂ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കാൻ വരാൻ നേരത്ത് ഫസ്റ്റ് അവർ ഇപ്പോൾ വണ്ടിയുടെ അകത്ത് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയെന്നുണ്ടെങ്കിൽ അവർക്ക് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, സ്റ്റിയറിങ്, ഗിയർ നോബ് ഇതിനെക്കുറിച്ചെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചിന്തിക്കേണ്ടി വരും. അതായത് ആ ഒരു സമയത്ത് അവർ ബുദ്ധിപരമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, ഇത് ഗിയർ എവിടെയാണ്, ബ്രേക്ക് എവിടെയാണ്, ക്ലച്ച് എവിടെയാണ്, കാര്യങ്ങളൊക്കെ എവിടെയെന്ന് പഠിക്കുകയുള്ളൂ. ഓക്കെ, അവർക്ക് ഇപ്പോൾ സ്റ്റിയറിങ് ഇരിക്കാൻ നേരത്ത് ഒരു വളവ് വരാൻ നേരത്ത് വളവ് വളക്കാൻ ഇൻസ്ട്രക്ടർ പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് വളവിനെ കുറിച്ചായിരിക്കില്ല, അവർ ചിന്തിക്കുന്നത് സ്റ്റിയറിങ്ങിനെ കുറിച്ചായിരിക്കും. അതായത് വണ്ടി ഈ സ്റ്റിയറിങ് എന്തോരം വളക്കണം എന്നായിരിക്കും അവർ ആദ്യം ചിന്തിക്കുന്നത്. അതല്ലാതെ ആ വളവ് അവരവിടെ കാണുന്നതെന്ന് വെച്ചാൽ കണ്ണിലൂടെ കാണണ്ടാവും, രജിസ്റ്റർ ആവുന്നില്ല ബ്രെയിനിൽ. ഇത് എന്തോരം അപ്പോൾ ആ സമയത്ത് അതേപോലെ തന്നെ അപ്പോൾ ആക്സിലേറ്റർ എന്തോരം കൊടുക്കണം, അപ്പോൾ ആക്സിലേറ്ററിനെ കുറിച്ച് ചിന്തിക്കും, സ്റ്റിയറിങ്ങിനെ കുറിച്ച് മറന്നു. ബ്രേക്ക് ചവിട്ടണോ, അപ്പോൾ ബ്രേക്കിനെ കുറിച്ച് ചിന്തിക്കും. ആ ഇൻഡിവിജ്വലായിട്ട് ഓരോരോ കാര്യങ്ങളിലോട്ട് ചിന്ത പോവും. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് സ്റ്റേജ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തും. അതായത് ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. കണക്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ആദ്യം സമയത്തൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരാൾ വട്ടം ചാടിക്കഴിഞ്ഞാൽ അവരെവിടെയാണ് കാല് വെച്ചാൽ അവിടെ പിടിച്ചങ്ങോട്ട് അമർത്തും. ചിലപ്പോൾ ബ്രേക്കിലാണെങ്കിൽ ഭാഗ്യം കൊണ്ട് ബ്രേക്ക് അമരും. അതല്ല ആക്സിലേറ്റർ ആണെങ്കിൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിലോട്ട് വെക്കില്ല, ആക്സിലേറ്ററിൽ പിടിച്ചങ്ങോട്ട് അമർത്തും, വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് കുറിച്ചു. ആ ഒരു സമയത്ത് അങ്ങനെയാണ്. അതായത് അവർക്ക് കാലെടുത്ത് മാറ്റാനുള്ള ഒരു ശേഷിയൊന്നും ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാവില്ല. സെക്കൻഡ് സ്റ്റേജ് വരുമ്പോഴാണ് ബ്രേക്കിൽ നിന്ന് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിലൊക്കെ ചവിട്ടുക. ഓക്കെ, അങ്ങനെ ബ്രേക്ക് ചവിട്ടും, ആക്സിലേറ്റർ ചവിട്ടും. അപ്പോൾ ആ സമയത്ത് ഇവരെല്ലാം കണക്ട് ചെയ്യും. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് ഇതെല്ലാം കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുന്ന വെച്ചാൽ ക്ലച്ച് ചവിട്ടിയാണ് ഗിയർ മാറുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് അവർക്കൊരു കണക്ഷൻ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ആക്സിലേറ്റർ ചവിട്ടി പോകാൻ നേരം ഒരാൾ വട്ടം ചാടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആക്സിലേറ്ററിന് കാലത്ത് ബ്രേക്ക് ചവിട്ടും. മനസ്സിലായോ? ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോൾ. പിന്നീടാണ് വണ്ടി ഇങ്ങനെ ഓടിച്ച് ഗ്രാജുവലി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴാണ് തേർഡ് സ്റ്റേജിലേക്ക് എത്തണം. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള, അതായത് ഒരു പ്രോ ഡ്രൈവർ എന്താ ഏത് സ്റ്റേജിലാന്ന് വെച്ചാൽ തേർഡ് സ്റ്റേജിൽ ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയും. എല്ലാം യാന്ത്രികമാണ്. ഇതെല്ലാം നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ചില ആൾക്കാർ ഡ്രൈവർമാർ സംസാരിച്ചുകൊണ്ടിരിക്കും, അവരെ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ട്. ഇതൊന്നും ആലോചിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, എല്ലാം തന്നെ സംഭവിക്കുന്നതാണ്. ഒരു ലോറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ബ്രേക്ക് ചെയ്യും. പക്ഷെ ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ ലോറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വണ്ടി എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി എന്നുള്ള മൈൻഡായിരിക്കും നമുക്ക്. നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ. പക്ഷേ നമ്മൾ അത് കഴിയാൻ നേരത്ത് ഇപ്പോൾ എന്ത് വണ്ടി വന്നാലും നമുക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്, നമ്മുടെ കണ്ണ്, കൈ, പഞ്ചേന്ദ്രിയങ്ങൾ പറയാം കറക്റ്റ്, ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു വണ്ടി ഓടിക്കാൻ. നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ കാര്യം അങ്ങോട്ട് കയറി കഴിഞ്ഞു. അങ്ങനെ കയറി കഴിഞ്ഞാൽ അതിപ്പോൾ ഡ്രൈവിംഗ് എന്നല്ല, ഇപ്പം നമ്മൾ എന്ത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യാൻ പോലും ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, നമുക്ക് പിന്നെ അതിലോട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾക്കൊന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അതായത് ഇപ്പോൾ ഒരു പ്രോ ഡ്രൈവർ വളവ് വരാൻ നേരത്ത് പ്രോ ഡ്രൈവർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വളവൊന്ന് വളക്കണം. അതല്ലാതെ ഈ സ്റ്റിയറിങ്ങിനെ കുറിച്ചോ വളവ് വരുമ്പോൾ ഡൗൺ ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ 3 സ്റ്റേജുകൾ കഴിയണം. അപ്പോൾ എല്ലാം പിന്നെ ഇതൊന്നും പെട്ടെന്നാവുന്ന ഒരു പ്രോസസ്സല്ല, വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ഈ വണ്ടി പ്രോ ഡ്രൈവർ ആയിക്കഴിഞ്ഞാൽ നമ്മളാണ് ഓടിക്കുന്നത് വെച്ചാൽ ആക്ച്വലി നമ്മൾ ഇരുന്ന് കൊടുത്ത് നമ്മൾ കാഴ്ചയും ഇതൊക്കെ കാണുന്നെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വർക്കും ചെയ്യുന്നത് ഇന്നറ ഉൾബോധ മനസ്സെന്ന് പറയും, അതാണ് ചെയ്യുന്നത്. ബോർഡൊക്കെ കാണുമ്പോൾ ബോർഡ് വായിക്കാൻ പറ്റും. ഒരു സിഗ്നൽസ് ഒക്കെ നമ്മൾ കാണുന്നതെല്ലാം ഈ ഒരു തേർഡ് സ്റ്റേജിലാണ്. അതിന് മുമ്പുള്ള സ്റ്റേജിലൊന്നും നമുക്ക് ഒരു റോട്ടിലൊരു ബോർഡ് വായിക്കാനോ കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല, ബ്രെയിൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെയാണ് ഇത് സ്ലോ പ്രോസസ്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഇങ്ങനെ ഒറ്റമൂലികൾ പോലെ പെട്ടെന്ന് തന്നെ മരുന്ന് തരാം, പെട്ടെന്ന് മാറുന്ന പറഞ്ഞ ഒറ്റമൂലികളുണ്ട്. അതേപോലെ ഒറ്റമൂലികൾ ഉപയോഗിക്കാതിരിക്കുക. മനസ്സിലായോ ഞാൻ പറഞ്ഞു തന്നെ? 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് 1 ദിവസം കൊണ്ടൊക്കെ ഡ്രൈവിംഗ് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ഓരോ ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും എടുക്കാതിരിക്കുക. അങ്ങനെയൊന്നും നിങ്ങൾക്ക് തിയറിറ്റിക്കലി മനസ്സിലാവുന്നുള്ളൂ. വണ്ടി ഓടിക്കണം ഇങ്ങനെയാണ് വണ്ടി ഓടിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാണ്ട് നിങ്ങൾക്കതൊരു പ്രാക്ടിക്കലി നിങ്ങളുടെ ബ്രെയിൻ സമ്മതിക്കുകയൊന്നുമില്ല. വണ്ടി ഓടിക്കാൻ നിങ്ങളുടെ ബ്രെയിൻ സമ്മതിക്കില്ല. അത് 100% എഴുതി തരാം. അപ്പം മാക്സിമം പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക. എന്നാലാണ് ഗ്രാജുവലി നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് അഡാപ്റ്റ് ആവുള്ളൂ. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, വഴിയിലുള്ള ബോർഡുകൾ വായിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ മിറർ നോക്കണം, അപ്പം മിറർ നോക്കി. അതല്ലാണ്ട് നിങ്ങൾ മിറർ നോക്കില്ല. ക്ലച്ച് ചവിട്ട് പറഞ്ഞാൽ ക്ലച്ച് ചവിട്ടി, അതൊരു യാന്ത്രികത്തിലോട്ട് വന്നുള്ള നിങ്ങൾ പറയുമ്പോൾ മാത്രം ചെയ്യുന്നുള്ളൊരു പ്രോസസ്സിലോട്ട് മാറും. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഡ്രൈവിംഗ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്താലേ ഇതിലോട്ട് വരാൻ പറ്റുള്ളൂ, ഈ വളയം പിടിക്കാൻ പറ്റുള്ളൂ. ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ച് കഴിയുമ്പോൾ നമുക്കുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ട്, അത് വേറെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പ്രോ ലെവലാവുക, നിങ്ങൾ യാന്ത്രികമാവാം. മൊത്തം വണ്ടിയുടെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങളാണ് വണ്ടീനെ കൺട്രോൾ ചെയ്യുന്നത്.
വണ്ടി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ വരെ. അത് സെക്കൻഡ് സ്റ്റേജിലും ഫസ്റ്റ് സ്റ്റേജിലൊക്കെയാണ് നമ്മളെ വണ്ടി കൺട്രോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തേർഡ് സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ തിരിച്ചൊരു കൺട്രോളിങ് ഉണ്ട്, മനസ്സിലായോ? അതിലോട്ട് എത്തണം.